തോട്ടത്തിലെ മണ്ണ് മാന്തി നോക്കിയപ്പോഴത്തേക്ക് ഒരൊറ്റ വേര് പോലും കാണാനില്ല. സംഭവം എന്നാണെന്നറിയോ? പറഞ്ഞുതരാം. ഇപ്പോൾ സംഭവം നടക്കുന്നത് രാജാക്കാടാണ്. ഒരു 7.5 ഏക്കർ തോട്ടമാണ്. തോട്ടത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ഒട്ടും തന്നെ ഫ്ലവറിംഗ് ഇല്ല. മാത്രമല്ല കാസറ്റിങ്സ് തീരെയില്ല. പിടിക്കുന്ന കായകളൊക്കെ കണ്ടമാനമായിട്ട് മഞ്ഞപ്പിച്ചുമായിട്ട് പൊഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മുടെ കർഷകർ ഒരു സംശയം തോന്നി. അത് നമ്മളെ കൺസൾട്ടിങ്ങിന് വേണ്ടി വിളിച്ചു. നമ്മൾ പോയി കൺസൾട്ട് ചെയ്ത് നമുക്ക് മനസ്സിലായ കാര്യം ഇത്രയേ ഉള്ളൂ. തോട്ടത്തിൽ ഒട്ടും തന്നെ ഫൈബ്രസ് റൂട്ട്, അതായത് പൊടിവേരുകൾ കാണുന്നില്ല. മാത്രമല്ല നിൽക്കുന്ന വേരുകളുടെ അറ്റം, അതായത് ടിപ്പ് നല്ലപോലെ തന്നെ കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഞാൻ ആ ലീഫ് അനലൈസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളുടെ സൈഡ് കണ്ടമാനമായിട്ട് പൊള്ളുന്നുണ്ട്. നോക്കിയപ്പോഴത്തേക്ക് നല്ല പോലെ ഡയറക്റ്റായിട്ട് വെളിച്ചം, അതായത് വെയിലടിക്കുന്ന സ്ഥലത്താണ് കൂടുതലായിട്ട് ഈ പൊള്ളൽ കണ്ടേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേരുകൾ കണ്ടമാനമായിട്ട് വെന്തു പോയതാണ്. നമുക്കറിയാം ഏപ്രിൽ മാസം എന്ന് പറയുന്നത് സൂര്യൻ ഭൂമധ്യരേഖയുടെ മണ്ടേ വരുന്ന സമയമാണ്. മനുഷ്യന് പോലും ചൂട് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ചെടികളുടെ കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കണ്ടമാനമായിട്ട് വേരുകൾ വെന്തു പോയതാണ്. അപ്പോൾ ഇതിനെന്താണ് പ്രതിവിധി? ഞാൻ പറഞ്ഞു. ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് 2 മൂലകങ്ങളാണ്. ഒന്നാമത്തേത് ഫോസ്ഫറസ്, രണ്ടാമത്തേത് കാൽഷ്യം. ഫോസ്ഫറസ് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ പൊടിവേരുകൾ, ഫൈബർസ് റൂട്ട് ഇനിഷ്യേറ്റ് ആവും. കാൽഷ്യം കൊടുക്കുമ്പോഴത്തേക്ക് നല്ല കരുത്തുള്ള വേരുകൾ ലഭിക്കും. അപ്പോൾ ശരിയായിട്ടുള്ള രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫോസ്ഫറസ് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ കാൽഷ്യം കൊടുക്കാൻ. സമയപരിമിതികളുള്ളത് കൊണ്ട് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കാൻ പോവുകയാണ്. അത് കൊടുക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ 200 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 50 മില്ലി ചിലാട്രിക്സ് ആഡ് ചെയ്യുക. ചിലാട്രിക്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫോസ്ഫറസ് കാൽഷ്യം കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ ഉണ്ടാവാതിരിക്കാനാണ്. അത് രണ്ടും കൂടെ തമ്മിൽ ചേരാൻ വേണ്ടിയാണ്. അപ്പോൾ 50 മില്ലി ചിലാട്രിക്സ് ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും വെള്ളം എടുത്തിട്ട് അതിലേക്ക് വാട്ടർ സൊല്യൂബിൾ വളങ്ങൾ, നമുക്ക് സമയം കുറവായതുകൊണ്ട് ചെടികൾ വേഗം അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടാൻ നമുക്ക് വാട്ടർ സൊല്യൂബിൾസ് യൂസ് ചെയ്യുക. അപ്പോൾ ഹൈ ഫോസ്ഫാറ്റിക് ആയിട്ടുള്ള MAP അതൊരു 1 കിലോ, അതിൻ്റെ കൂടെ ഒരു 50 മുതൽ 100 ഗ്രാം വരെ ചിലേറ്റഡ് കാൽഷ്യം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ചെടിക്ക് 10 ലിറ്റർ കിട്ടുന്ന രീതിക്ക് ചുറ്റിലും നല്ല പോലെ ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി വേരുകൾ ഇനിഷ്യേറ്റ് ആവും. ഈ ഏല കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെടികളുടെ വേരുകൾ തന്നെയാണ്. തോട്ടത്തിൽ വേരുകൾ തീരെ കുറവാണെങ്കിൽ മഴയ്ക്ക് മുന്നേ ഒക്കെ ആയിട്ട് കുമ്മായത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അതിന് മുന്നേ തന്നെ ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻസ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ബൈ.